മഹാരാജൻ, ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഒരു മാനിനെ വേട്ടയാടിയിരിക്കുകയാണ്. പക്ഷെ ഇവൻ എന്റെ ഇരയെ എന്നിൽ നിന്ന് മോഷ്ടിച്ചു. ഇല്ല മഹാരാജൻ, ഇവൻ നുണ പറയുകയാണ്. ഞാൻ ഒരു വേട്ടമൃഗത്തെയും മോഷ്ടിച്ചിട്ടില്ല. ഈ കയ്യിലുള്ള മാംസം എന്റേതാണ്. ഇത് ഞാൻ വേട്ടയാടിയതാണ്. മഹാരാജൻ, അങ്ങ് തന്നെ ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾ രണ്ടുപേരും എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മാംസം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാം. ഇനി ഈ മാംസം എന്റേതാണ്. ഇതാണ് എന്റെ തീരുമാനം. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ തീരുമാനം? ഒരു കാട്ടിൽ ചാൾസ് എന്ന പേരുള്ള ഒരു സിംഹമുണ്ടായിരുന്നു. ചാൾസ് സിംഹത്തിന് ഒരുപാട് പ്രായമായി. അവന് ഒരു മകനുണ്ടായിരുന്നു. അതിന്റെ പേര് എഡ്വേർഡ് സിംഹം. എഡ്വേർഡ് സിംഹം മടിയനും വിഡ്ഢിയും ഒന്നിനും കൊള്ളാത്തവനുമാണ്. ഒരു ദിവസം ചാൾസ് സിംഹം മോനോട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് വയസ്സായി. ഇപ്പൊ എന്റെ അവസാന നാളുകളായി. എനിക്കിപ്പോ നിന്നെക്കുറിച്ച് വല്ലാത്ത ആവലാതി തോന്നുന്നു. അങ്ങ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്തുണ്ടായി അച്ഛാ? അങ്ങയുടെ മരണത്തിന് ശേഷം ഞാനായിരിക്കും ഈ കാട്ടിലെ രാജാവ്. എനിക്കറിയാം. ആ കാര്യം തന്നെ ആലോചിച്ചാണ് എനിക്ക് വിഷമമുള്ളത്. നിനക്ക് ഇതുവരെ വേട്ടയാടാൻ പോലും അറിയില്ലല്ലോ. അച്ഛാ, ഞാനൊരു സിംഹമാണ്. ഞാൻ വേട്ടയാടുന്നതിന്റെ ആവശ്യകത എന്താണ്? കാട്ടിലെ നിരവധി മൃഗങ്ങൾ വേട്ടയാടുന്നു. അവർ വേട്ടയാടുന്നതിൽ നിന്നും അല്പം കഴിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയില്ലേ? എടാ മണ്ട, എനിക്കിപ്പോ നല്ല ഉറപ്പായി. നീ ഈ കാട്ടിലെ രാജാവായാൽ ഈ കാട് മൊത്തം നീ നശിപ്പിച്ചു കളയും. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത് അച്ഛാ? ഞാൻ സത്യം മാത്രമാണ് പറയുന്നത്. എന്തെന്നു വെച്ചാൽ നീ സിംഹമാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. നിന്നെപ്പോലെ ഉപയോഗശൂന്യനും അലസനുമായ ഒരു സിംഹത്തെ ഞാൻ കണ്ടിട്ടേയില്ല. എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്നും ദൂരെ പോ. ഇല്ലെങ്കിൽ ഞാൻ ദേഷ്യം വന്നാൽ ചിലപ്പോ എന്തെങ്കിലും ചെയ്തു കളയും. കുറച്ചു കഴിഞ്ഞപ്പോൾ ചാൾസ് സിംഹം മരിച്ചുപോയി. അങ്ങനെ എഡ്വേർഡ് സിംഹം കാട്ടിലെ രാജാവായി മാറി. രാജാവായി കഴിഞ്ഞപ്പോ എഡ്വേർഡ് സിംഹം എല്ലാ മൃഗങ്ങളെയും കൂട്ടത്തോടെ വിളിപ്പിച്ചു. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് എപ്പോഴും ഉറങ്ങാനാണ് ഇഷ്ടം. ഞാൻ നിങ്ങളുടെ രാജാവാണ്. ഇന്നു മുതൽ നിങ്ങൾ വേട്ടയാടുന്ന ഏത് മൃഗത്തിന്റെയും പകുതി മാംസം എന്റെ ഗുഹയിലേക്ക് എത്തിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞ് സിംഹം ഗുഹയിലോട്ട് പോയി. എല്ലാ മൃഗങ്ങളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. ആ സംഭവത്തിന് ശേഷം പതിവുതായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് രണ്ട് ചീറ്റപ്പുലികൾ വഴക്കുണ്ടാക്കി ഒരു മാംസ കഷ്ണവും കൊണ്ട് സിംഹത്തിന്റെ മുമ്പിലെത്തി. മഹാരാജൻ, ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഒരു മാനിനെ വേട്ടയാടിയിരിക്കുകയാണ്. പക്ഷെ ഇവൻ എന്റെ ഇരയെ എന്നിൽ നിന്ന് മോഷ്ടിച്ചു. ഇല്ല മഹാരാജൻ, ഇവൻ നുണ പറയുകയാണ്. ഞാൻ ഒരു വേട്ടമൃഗത്തെയും മോഷ്ടിച്ചിട്ടില്ല. ഈ കയ്യിലുള്ള മാംസം എന്റേതാണ്. ഇത് ഞാൻ വേട്ടയാടിയതാണ്. മഹാരാജൻ, അങ്ങ് തന്നെ ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾ രണ്ടുപേരും എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മാംസം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവാം. ഇനി ഈ മാംസം എന്റേതാണ്. ഇതാണ് എന്റെ തീരുമാനം. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ തീരുമാനം? സിംഹം പറഞ്ഞത് കേട്ട് രണ്ട് ചീറ്റപ്പുലികൾക്ക് ദേഷ്യം വന്ന് ആ ഗുഹയിൽ നിന്നും ഇറങ്ങിയങ്ങ് പോയി. ഇതിനും നല്ലത് ആ മാംസം നമുക്ക് രണ്ടുപേർക്കും വീതം വെച്ച് കഴിക്കുകയായിരുന്നു. നീ പറഞ്ഞത് ശരിയാ. ഈ രാജാവ് രണ്ടുപേരെയും പറ്റിച്ചു. എനിക്ക് തോന്നുന്നത് അവൻ വെറും മടിയനാണെന്നാണ്. എന്നാൽ ഇപ്പൊ തോന്നുന്നത് മടിയനോടൊപ്പം അവൻ വിഡ്ഢിയമാണെന്നാണ്. അങ്ങനെ സമയം കടന്നുപോയി. ഒരു ദിവസം ക്ലേറോ കുറുക്കൻ സ്വന്തം ഭർത്താവിനോട് പറഞ്ഞു, ഇനി എത്ര നാളാണ് ഇങ്ങനെ തന്നെ നടക്കുന്നത്? നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഇത് തന്നെ, നമ്മൾ പോയി വേട്ടയാടണം. വേട്ടയാടി കൊണ്ടുവരുന്നതിന്റെ പാതി രാജാവിന് വേണം. ഞാൻ ദാ പറഞ്ഞേക്കാം, വേട്ടയാടി കൊണ്ടുവരുന്നതിന്റെ ഒരു പങ്ക് പോലും രാജാവിന് കൊടുക്കില്ല. അങ്ങനെ പറയരുത്. അദ്ദേഹം കാട്ടിലെ രാജാവല്ലേ. ഇതെങ്ങാനും അദ്ദേഹം കേട്ടുകഴിഞ്ഞാ പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ ബാക്കി വെച്ചേക്കില്ല. അവൻ നമ്മളെ എന്ത് ചെയ്യൂന്നാ? ആ ഗുഹയിൽ നിന്ന് ഒന്ന് ഇറങ്ങാൻ തന്നെ ഭയങ്കര മടിയാ. പിന്നെയാ സിംഹത്തിന്റെ പേരിന് പോലും നാണക്കേടാണവൻ. നിനക്ക് നിന്റെ പങ്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോ, ഞാൻ എന്തായാലും കൊടുക്കില്ല. ക്ലേറോ കുറുക്കനും ഭർത്താവും സംസാരിക്കുന്നതൊക്കെ ജാക്ക് ആന കേട്ടുകൊണ്ടേയിരിക്കായിരുന്നു. ജാക്ക് ആന പണ്ട് ചാൾസ് സിംഹത്തിന്റെ ഉപദേശകനായിരുന്നു. ജാക്ക് ആന എഡ്വേർഡ് സിംഹത്തിന്റെ ഗുഹയിൽ പോയി പറഞ്ഞു, ഇതൊന്നും അത്ര ശരിയല്ല മഹാരാജൻ. ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ പ്രജകൾക്ക് അങ്ങയോടുള്ള ഭയം തീരും. നോക്ക്, നിങ്ങളെന്റെ പിതാവിന്റെ ഉപദേശകനായിരിക്കാം, പക്ഷെ എന്റെ അല്ല.
എന്നെ ഉപദേശിക്കുന്നത് നിർത്തിയിട്ട് ഇവിടെ നിന്ന് പോകൂ. എനിക്ക് ഉറക്കം വരുന്നു. മഹാരാജൻ, നിങ്ങളൊരു സിംഹമാണെന്ന കാര്യം മറക്കരുത്. സിംഹം സ്വയം ഇര തേടി കഴിക്കുകയാ പതിവ്, അല്ലാതെ മറ്റൊരാളുടെ ഇരയെ കഴിക്കാൻ സിംഹം തയ്യാറാവില്ല. നീ ഇവിടുന്ന് പോകുന്നോ ഇല്ലയോ? മഹാരാജൻ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. അങ്ങ് ഈ രീതി തന്നെ തുടരുകയാണെങ്കിൽ ആ ദിവസം വിദൂരമല്ല. ഈ കാട്ടിലെ കുഞ്ഞെലി പോലും അങ്ങയോട് ധിക്കാരത്തോടെ സംസാരിക്കും. സിംഹവർഗം കുപ്രസിദ്ധരാകും. നീ എന്താണ് പറഞ്ഞു വരുന്നത്? എന്റെ ആഗ്രഹം അങ്ങൊരു സിംഹമായി മാറണം. അങ്ങയുടെ ഈ അലസമായ മനോഭാവം മാറ്റിയില്ലെങ്കിൽ മറ്റു കാട്ടിലുള്ള സിംഹങ്ങൾ ഈ കാട് പിടിച്ചെടുത്തു ഭരിക്കും. അതൊരു നല്ല കാര്യമല്ലേ? ഞാൻ അവരോട് ഉടമ്പടി ഉണ്ടാക്കും. എന്നിട്ട് സമാധാനമായിട്ട് ഇരുന്നുറങ്ങുകയും സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ജാക്കാന ദേഷ്യം വന്ന് പല്ലു ഇറമ്പിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ എഡ്വേർഡിനോടുള്ള പേടി എല്ലാവർക്കും മാറി. ഇപ്പൊ ഒരു മൃഗവും വേട്ടയാടി കൊണ്ടുവരുന്നതിന്റെ പങ്ക് കൊടുക്കാറില്ല. വിശപ്പിന്റെ വിളി എഡ്വേർഡ് സിംഹത്തിനെ ഗുഹയുടെ പുറത്തിറക്കാൻ കാരണമാക്കി. ഒരു ദിവസം കഴുതപ്പുലി മാനിനെ വേട്ടയാടി കൊണ്ടുവന്ന മാംസം തിന്നുകയായിരുന്നു. അവിടെ എഡ്വേർഡ് സിംഹം അപ്പോഴേക്കും എത്തി. ഏയ് കഴുതപ്പുലി, അല്ല നീ എന്റെ ഉത്തരവ് കേട്ടില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് നീ എന്റെ പങ്ക് ഗുഹയിലേക്ക് എത്തിക്കാത്തത്? അബദ്ധം പറ്റിപ്പോയി മഹാരാജൻ. ഞാൻ പിന്നീട് മാംസം എത്തിച്ചേക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് പോകൂ. നിനക്കുള്ള ശിക്ഷ എന്തെന്നാൽ ഈ മുഴുവൻ മാംസവും ഞാൻ ഭക്ഷിക്കും. എഡ്വേർഡ് ആ മാംസ ഇറച്ചിയും കൊണ്ട് അങ്ങ് അവിടെ നിന്ന് പോയി. ഈ മടിയനായ രാജാവിന് എന്റെ ഇരയെ തിന്നുമ്പോൾ നാണക്കേട് തോന്നുന്നില്ലേ? ഏതെങ്കിലും ഒരു ദിവസം അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ ആക്രമിച്ചു കൊല്ലും. കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും അതൊരു ആശ്വാസമാവും. അവനെ തീർക്കണം. എഡ്വേർഡ് സിംഹം ആ മാനിറച്ചി കയ്യിലും വെച്ചുകൊണ്ട് നടന്നു പറഞ്ഞു, ഈ മാനിറച്ചി ഞാൻ കുളത്തിന്റെ കരയിലിരുന്നു കൊണ്ട് കഴിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ പിന്നെ ദിവസങ്ങളോളം ഞാൻ ദാഹിച്ച് കഴിയേണ്ടി വരും. എഡ്വേർഡ് സിംഹം കുളത്തിന്റെ അടുത്ത് മാംസ ഇറച്ചി കഴിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും മാനിറച്ചി നേരെ കുളത്തിലങ്ങ് വീണു. അയ്യോ അയ്യോ, ഇതെന്താ സംഭവിച്ചത്? ഈ മാംസം കുളത്തിന്റെ അടിയിലേക്ക് പോയല്ലോ. വളരെ കഷ്ടപ്പെട്ടാണ് ഈ മാംസം ഞാൻ ഒപ്പിച്ചത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിശന്നു മരിക്കും. എഡ്വേർഡ് സിംഹം അത്രയും പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കുളത്തിലെ വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങി. കണ്ടിരിക്കവേ അതിൽ നിന്നും തിളച്ച പുക വരാൻ തുടങ്ങി. ആ തിളച്ച പുകയിൽ നിന്നും ഒരു സുന്ദരിയായ സ്ത്രീ സിംഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ കുളത്തിൽ മാനിറച്ചിയിടാൻ? നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഈ കാട്ടിലെ രാജാവ് എഡ്വേർഡ് സിംഹമാണ്. എന്നോട് ക്ഷമിക്കണേ കാട്ടിലെ രാജാവേ, ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ച സാധാരണ ഏതെങ്കിലും മൃഗമായിരിക്കുമെന്ന്. അല്ല, നിങ്ങൾ ആരാണ്? ഞാൻ ഈ മായാജാലമായ കുളം നോക്കുന്ന ആളാ. ഈ കുളവും നിങ്ങളുടെ കാട്ടിലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ രാജാവും കൂടെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ രാജാവിന്റെ ഉത്തരവ് പാലിക്കുക. എന്റെ മാംസം എനിക്ക് തിരിച്ചു തരൂ. എനിക്ക് വല്ലാത്ത വിശപ്പും ദാഹവുമുണ്ട്. അതെന്തായാലും സാധ്യമല്ല രാജാവേ. മാംസകഷ്ണത്തിന് പകരമായി നിങ്ങൾ എന്ത് തന്നെ ചോദിച്ചാലും ഞാൻ അത് തയ്യാറാണ് തരാൻ. സുന്ദരിയായ സ്ത്രീ പറഞ്ഞത് കേട്ട് എഡ്വേർഡ് സിംഹത്തിന് ദേഷ്യം വന്നു പറഞ്ഞു, വിഡ്ഢി, നിങ്ങൾക്കറിയുമോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ മാംസം കഴുതപ്പുല്ലിൽ നിന്ന് തട്ടിയെടുത്തതെന്ന്? സന്ധ്യയാകാൻ പോകുന്നു. ഞാനത് കിട്ടിയില്ലെങ്കിൽ വിശന്നു മരിക്കും. എഡ്വേർഡ് പറഞ്ഞത് കേട്ട് ആ സുന്ദരിയായ സ്ത്രീ എഡ്വേർഡിനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഞാൻ നിന്നോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതെനിക്ക് തരുമെന്നാണോ പറയുന്നത്? അതിനെന്താ, ഞാൻ ഈ മായാജാലക്കുളത്തിലെ റാണിയാണ്. എങ്കിൽ കേട്ടോളൂ, എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതായത് എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാടിനെ പരിപാലിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് രാജാവിനെ പോലെ സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. മാത്രമല്ല വേട്ടയാടാതെ മാംസം കഴിക്കുവാനും പറ്റും. കാട്ടിൽ ഒരു രാജാവേ ഉണ്ടാകുള്ളൂ. ഇനി ജ്യേഷ്ഠ സഹോദരൻ വന്നാൽ നിങ്ങളെ എന്തായാലും ജീവനോടെ വെക്കില്ല. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ ആഗ്രഹിച്ചത് നടത്തി തരേണ്ടത് എന്റെ കർത്തവ്യമാണ്. മായാജാല സ്ത്രീ അത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും കുളത്തിൽ നിന്നും എഡ്വേർഡിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സിംഹം ചാടി പുറത്തോട്ട് വന്നു. ആ മായാജാല സ്ത്രീ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. എഡ്വേർഡ് ആ സിംഹത്തിനെ നോക്കി പറഞ്ഞു, നീ എന്റെ ഇളയ സഹോദരനാണ്. ഞാനാണ് നിന്റെ രാജാവ്. ചെല്, എനിക്ക് വേണ്ടി നീ വേട്ടയാടണം. എന്നിട്ട് ഭക്ഷണം കൊണ്ടുവരൂ. എന്ത് ധൈര്യമുണ്ടായിട്ടാ നീ ഇങ്ങനെ പറയുന്നത്?
ഈ കാട്ടിലെ രാജാവ് ഞാൻ മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എഡ്വേർഡ് സിംഹത്തിനെ ആ സിംഹം കൊന്നുകളഞ്ഞു. ആ ദിവസത്തിന് ശേഷം ആ സിംഹമായിരുന്നു കാട്ടിലെ രാജാവ്. മറ്റു മൃഗങ്ങൾക്ക് സമാധാനവും കിട്ടി. അയ്യോ മോട്ടു, എന്റെ മകൻ മോട്ടുവിനെ കാണുന്നില്ല, അവനെ കാണുന്നില്ല. ഷേർ സിംഗ് പറഞ്ഞ പോലെയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനും. എന്നിട്ട് എങ്ങനെയാ എന്റെ മകനെ കാണാതെയായത്? ഡ്രീം ലാൻഡ് കാട്ടിലെ എല്ലാവരും പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു. പേടി കാരണം എല്ലാവരുടെ മുഖവും മഞ്ഞയായി മാറുകയായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കാട്ടിലെ ഓരോ മൃഗങ്ങളും, പശു, പക്ഷി എല്ലാവരെയും കാണാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ചുൻമുൻ പക്ഷിയുടെ മകനെ കാണാതെയായി. ആ പാവമാണെങ്കിൽ ആ കൂടിന്റെ അകത്ത് വന്നിട്ടിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. എന്റെ മോൻ, എന്റെ കുശമോൻ എവിടെ പോയി? രാവിലെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാ. ആഹാരം കൊണ്ട് വൈകുന്നേരമായപ്പോ വന്നപ്പോ അവനെ കാണുന്നില്ല. അവനാണെങ്കിൽ ചിറക് പോലും വന്നിട്ടില്ല. എവിടെ പോയി കിടക്കുവാ എന്റെ പൊന്നു മോനെ? കാട്ടിലെ കുറെ മൃഗങ്ങൾ ചിൻപുൻ പക്ഷിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഒരു അമ്മയ്ക്കല്ലേ ഒരു മകൻ നഷ്ടപ്പെട്ടതിന്റെ വിഷമം മനസ്സിലാകുള്ളൂ. കാരണം അമ്മ എന്ന് പറയുന്നത് എന്നും അമ്മ തന്നെയാണ്. പിന്റു കുരങ്ങൻ ചുൻമുൻ പക്ഷിയുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. അവനും അവിടെ വന്ന് അവളുടെ കണ്ണുനീര് തുടച്ച് അവളോട് പറയുകയായിരുന്നു. ജന്മുൻ, നീ എന്തോരം കരയും? ഞങ്ങൾ നിന്റെ കുഞ്ഞിനെ നോക്കുന്നില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞങ്ങളെല്ലാവരും ഇല്ലേ? പിന്റു, ഞാനൊരു അമ്മയാണ്. പക്ഷെ ഇത് പറയാൻ പാടില്ലെന്നറിയാം, എന്നാലും പറയാ. ഈ കാട്ടിലെ എത്ര മൃഗങ്ങളെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം തൊട്ട് കാണാതെയായത്? അവരിതുവരെ തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ എത്ര അന്വേഷിച്ചു, എന്നിട്ട് വന്നു അവര്. ഇങ്ങനെ പറഞ്ഞു വീണ്ടും ചുൻമുൻ കരയാൻ തുടങ്ങി. ലക്കി ആനയായിക്കോട്ടെ, ടിങ്കു കൊക്കായിക്കോട്ടെ, ഡെഞ്ചു കഴുതി ആയിക്കോട്ടെ, ചേത്ത കുതിര ആയിക്കോട്ടെ, എല്ലാവരുടെ കണ്ണില് കണ്ണുനീർ മാത്രമായിരുന്നു. കഴിഞ്ഞ മാസം തന്നെയായിരുന്നു ചുൻമുന്റെ മോന്റെ ബർത്ത്ഡേ അവർ ആഘോഷിച്ചത്. എല്ലാവരും എന്ത് സന്തോഷത്തിലാണ് ആഘോഷിച്ചത്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, എല്ലാം ഒറ്റയടിക്ക് അവസാനിച്ചതുപോലെയാണ് തോന്നുന്നത്. നമ്മുടെ ഈ കാടിന് എന്തോ ദൃഷ്ടി പെട്ടു ടിങ്കിച്ചേട്ടാ. എന്തൊരു സന്തുഷ്ടരായിരുന്നു നമ്മളിവിടെ. എന്തു പറയാനാ ടിങ്കു, എനിക്കൊത്തിരി സങ്കടമുണ്ട്. നമ്മുടെ ഈ നല്ല കാട്ടിൽ നിന്നും ഇവിടെ താമസിക്കുന്ന ഓരോ സുഹൃത്തുക്കളും ഓരോ ദിവസവും കാണാതായാൽ പിന്നീട് ഈ കാട്ടിൽ ആരും തന്നെ ഉണ്ടാവില്ല. മൊത്തം ശൂന്യമായി പോകും. ഇതും പറഞ്ഞിട്ട് ടിങ്കു കൊക്കിന്റെ കണ്ണങ്ങ് നിറഞ്ഞു വന്നു. അടുത്ത ദിവസം രാവിലെ ആനയുടെ വീട്ടിൽ നിന്നും നല്ല കരച്ചിൽ വന്നോണ്ടിരുന്നു. അവന്റെ മകനായ ഡബ്ബുവിനെയും കാണാനുണ്ടായിരുന്നില്ല. ഡബ്ബു, എന്റെ മകനെ ഡബ്ബു, നീ ഇതെവിടെ പോയി കിടക്കുവാ എന്റെ മോനെ ഡബ്ബു? ഇതെന്തായി സംഭവിക്കുന്നത് ഇവിടെ? ഇതെന്തായി സംഭവിക്കുന്നത്? ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം കിട്ടും? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഒരു മീറ്റിംഗ് വെച്ചു. കാട്ടിലെ രാജാവായ ഷേർ സിംഗിന് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമമായിരുന്നു. അവനും ഭയങ്കര ആഗ്രഹമായിരുന്നു ഡ്രീം ലാൻഡിനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന്. അവൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? അവസാനം അവൻ ഒരു തീരുമാനം അങ്ങ് എടുത്തു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ വലിയൊരു വിപത്തിലാണുള്ളത്. നമ്മുടെ ശത്രു ആരാണവൻ? നിങ്ങൾ പറയൂ. നമ്മുടെ കാട്ടിലെ മൃഗങ്ങളെ എന്താ കാണാതാവുന്നത്? അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. നമുക്കവരെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല. പിന്നെ നമ്മൾ അവരുടെ ആക്രമണത്തെ എങ്ങനെ നേരിടും? നമ്മൾ എന്തു ചെയ്യും സിംഹരാജൻ? ഇങ്ങനെ പോയാൽ നമ്മുടെ കാട് ശൂന്യമായി തീരും. ഡ്രീം ലാൻഡ് ജംഗിൾ നമ്മൾ എത്ര സന്തോഷത്തോടെയാണ് ഉണ്ടാക്കിയത്. ഇതിങ്ങനെ നശിച്ചു പോകുന്നത് എനിക്ക് കാണാൻ വയ്യ. ഇതും പറഞ്ഞിട്ട് ലക്കി ആന ഭയങ്കര വിഷമത്തോടെ വീണ്ടും പൊട്ടി കരയാൻ തുടങ്ങി. ലക്കി ഭായ്, വിഷമിക്കാതിരിക്കുക, തളരരുത്. ആ ദിവസം ഷേർ സിംഗ് ഡ്രീം ലാൻഡിന്റെ ആൾക്കാർക്ക് വേണ്ടി ഒരു നിയമം അങ്ങ് ഉണ്ടാക്കി. എന്നാലല്ലേ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഡ്രീം ലാൻഡ് ജംഗിളിലെ എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. നമ്മൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതുവരെ എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം. എനിക്കറിയാം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും നിങ്ങൾക്ക് പുറത്തിറങ്ങണമെന്ന്. അതുകൊണ്ട് പോകുമ്പോൾ ഗ്രൂപ്പായി പോവുക.
ആരെയെങ്കിലും കൂടെ കൂട്ടുക. ആരും തന്നെ ഒറ്റയ്ക്ക് പോവരുത്. മാത്രമല്ല വീട്ടിൽ നിന്നും ആരെയും ഒറ്റയ്ക്ക് വിടരുത്. ഷേർ സിംഗിന്റെ ഈ ഒരു തീരുമാനം കാരണം കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായി. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ. ഡ്രീം ലാൻഡിൽ ഇത്രയും മൃഗങ്ങൾ ഉണ്ടായിട്ട് പോലും ആ കാട്ടിൽ ഒരു മൃഗങ്ങളെ പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരും തന്നെ കളിക്കാനും പുറത്തു വന്നില്ല, കറങ്ങാനും പുറത്തു വന്നില്ല. ആവശ്യം വരുമ്പോൾ മൃഗങ്ങൾ എല്ലാവരും പുറത്തിറങ്ങാറുണ്ട്, പക്ഷെ എല്ലാവരും ഗ്രൂപ്പ് ചേർന്നാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യമാണിത്. രാത്രിയായിരുന്നു സമയം. മോണ്ടു മാൻ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് വീടിന്റെ വാതിലിൽ ആരോ വന്ന് മുട്ടാൻ തുടങ്ങിയത്. മോണ്ടോ, മോനെ മോണ്ടോ, ഒന്ന് വാതില് തുറക്കടാ മോനെ മോണ്ടോ. മോണ്ടുമാന് ആദ്യം തോന്നിയത് ഇതെല്ലാം കേൾക്കുന്നത് ഒരു സ്വപ്നത്തിലായിരിക്കുമെന്നാണ്. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. അപ്പോഴാണ് അവന്റെ അമ്മയുടെ ശബ്ദം അവൻ കേട്ടത്. എന്ത്? ഇത് അമ്മയുടെ ശബ്ദമാണല്ലോ. പക്ഷെ അമ്മ പുറത്തു പോയോ? മോണ്ടുവിന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവന് മനസ്സിലാവാത്തത് അവന്റെ അമ്മ എപ്പോഴാണ് അവന് ചെറുതായി പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവൻ എണീറ്റ് ആ വാതിലിന്റെ അടുത്ത് പോയി. എന്നിട്ട് പതുക്കെ ചോദിച്ചു, അമ്മേ, നിങ്ങൾ പുറത്തെപ്പോൾ പോയി? എന്റെ മോനെ, കുറെ ദിവസമായിട്ട് ഞാൻ വീടിന്റെ അകത്ത് തന്നെയല്ലായിരുന്നോ? ഭക്ഷണം എടുക്കാൻ വേണ്ടി ഇന്ന് രാവിലെയാണ് ഞാൻ പുറത്തോട്ട് പോയത്. പെട്ടെന്ന് വാതിൽ തുറക്ക്, ഞാനും ഇനി അങ്ങനെ കാണാതെ പോയാലോ? മോണ്ടു അമ്മ പറഞ്ഞ ഈ കാര്യം കേട്ട് അപ്പൊ തന്നെ ആ വാതിലങ്ങ് അവൻ തുറന്നു. പുറത്തവന്റെ അമ്മ തന്നെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ വാതിലങ്ങ് അടക്കി മകനെ. മോണ്ടു ആ വീടിന്റെ വാതിൽ അങ്ങ് അടച്ചു. അടുത്ത ദിവസം രാവിലെയും നല്ലൊരു കരച്ചിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. മോണ്ടുവിനെ കാണാനില്ല എന്ന് മോണ്ടുവിന്റെ അമ്മ കരഞ്ഞോണ്ട് പറയുന്നു. അയ്യോ മോണ്ടു, എന്റെ മകൻ മോണ്ടുവിനെ കാണുന്നില്ല, അവനെ കാണുന്നില്ല. ഷേർ സിംഗ് പറഞ്ഞ പോലെയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനും. എന്നിട്ട് എങ്ങനെയാ എന്റെ മകനെ കാണാതെയായത്? ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ ദിവസവും നമ്മുടെ കാണ്ടാമൃഗത്തിനെ കാണുന്നില്ലായിരുന്നു. വീണ്ടും ഷേർ സിംഗ് എല്ലാ മൃഗങ്ങളെ ഒന്നും കൂടെ മീറ്റിംഗിന് വിളിപ്പിച്ചു. ഷേർ സിംഗ് തീരുമാനിച്ച ആ തീരുമാനം ഉപയോഗിച്ചിട്ട് പോലും മൃഗങ്ങളെ വീണ്ടും കാണാതായി തുടങ്ങി. ശരിക്കും പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലായി അവർക്ക്. ഡ്രീം ലാൻഡിന്റെ ആൾക്കാരോട് ഷേർ സിംഗിന് എന്ത് ഉത്തരമാണ് കൊടുക്കാൻ പോകുന്നത്? അവനൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടെ കറുത്ത ഹംസം ഓടി ഓടി വരികയായിരുന്നു. അത് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാട്ടിലെ മൃഗങ്ങളൊക്കെ ഞെട്ടിപ്പോയിരുന്നു. സിംഹരാജൻ, എനിക്ക് മനസ്സിലായി ഈ കാട്ടിലെ മൃഗങ്ങൾ എവിടെയാ പോകുന്നത് എന്ന്. പിന്നെ ആരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും. കറുത്ത ഹംസം ഒരു മാന്ത്രികനായിരുന്നു. പക്ഷെ അവന്റെ മാന്ത്രികം ഒരിക്കലും അവൻ ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ അവന്റെ ഈ മാന്ത്രിക ശക്തി കൊണ്ട് മറ്റു മൃഗങ്ങളെ സഹായിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 2 ദിവസത്തെ മുമ്പുള്ള ഒരു കാര്യമായിരുന്നു. കറുത്ത ഹംസം അവന്റെ മാന്ത്രികത്തിന്റെ പുസ്തകം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുസ്തകം കാണാനുണ്ടായിരുന്നില്ല. എന്റെ മന്ത്രപുസ്തകം എവിടെ പോയി? ഞാൻ ഇവിടെ വെച്ചിരുന്നതാണല്ലോ. കറുത്ത ഹംസം സ്വന്തം മാന്ത്രികത്തിന്റെ പുസ്തകം കണ്ടുപിടിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷെ അവൻ അത് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഈ കാര്യം കാരണം ഭയങ്കര ടെൻഷനായിപ്പോയി. പിന്നീട് ആ മാന്ത്രിക പുസ്തകം എവിടെ പോയെന്നറിയാൻ വേണ്ടി അവൻ അവിടെ ഇരുന്ന മാന്ത്രിക ചില്ലിനോട് ചോദിച്ചു, മന്ത്രക്കണ്ണാടി, ഇത് പറയൂ, എന്റെ മന്ത്രപുസ്തകം എവിടെയാണ്? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ മാന്ത്രിക ചില്ലിൽ നിന്നും പുക വന്നു. പിന്നെ പതുക്കെ പതുക്കെ അതിനകത്ത് എല്ലാം തെളിഞ്ഞു വന്നു. ആ മാന്ത്രിക ചില്ല് കാണിച്ചു തന്നു മൊഗാംബോ പെരുമ്പാമ്പ് എങ്ങനെയാണ് അവന്റെ വീട്ടിൽ കയറി ആ മാന്ത്രിക പുസ്തകം മോഷ്ടിച്ച് പുറത്തോട്ട് പോയതെന്ന്. സിംഹരാജൻ, മൂർഖൻ പാമ്പാണ് എന്റെ മന്ത്രത്തിന്റെ പുസ്തകം എടുത്തോണ്ട് പോയത്. അവൻ ഈ മാന്ത്രിക ബുക്കിലെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് മറ്റു മൃഗങ്ങളുടെ രൂപം ധരിച്ചാണ് ബാക്കി മൃഗങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്നത്. ഞാൻ ആ മൂർഖൻ പാമ്പിനെ വെറുതെ വിടില്ല. അവനെ തല്ലിച്ചതച്ച് ഞാൻ പപ്പടമാക്കും. പറയൂ കറുമ്പിത്താറാവേ, അവൻ എന്തിനാണിത് ചെയ്യുന്നത്? അവൻ എല്ലാ ജന്തുക്കളെയും കൊന്നു കാണുമോ? ഇല്ല, അവൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷേ നാളെ അവൻ എല്ലാവരെയും കൊല്ലും. എന്തെന്നാൽ നാളെ അമാവാസിയാണ്. അവൻ എല്ലാ ജന്തുക്കളെയും കൊന്ന് വളരെ ശക്തനായി തീരും. അങ്ങനെ ഇവൻ ഈ ലോകത്തിനു മൊത്തവും രാജാവായി തീരും. ഇല്ല, ഞാൻ അവനെ ഇടിച്ച് പപ്പടമാക്കും. അമാവാസി നാളെയല്ലേ? ഞാൻ ഇന്ന് തന്നെ അവന്റെ ഗുഹയിൽ പോവുകയാണ്. ഷേർ സിംഗ് അങ്ങനെ എല്ലാ മൃഗങ്ങളെയും കൊണ്ട് ആ പെരുമ്പാമ്പിന്റെ ഗുഹയിലോട്ട് പോയി. സിംഹരാജൻ,
നമുക്കേതു വിധേനയും ആ മന്ത്രപുസ്തകം അവൻ്റെ കയ്യിൽ നിന്നും കൈക്കലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവനും ആപത്താകും. ആ മന്ത്രപുസ്തകം ഇല്ലെങ്കിൽ അവൻ ഒരു ശക്തിയും കിട്ടില്ല. അത് ശരിയാണ്. പക്ഷേ ആരാ പുസ്തകം എടുക്കും? ആരെങ്കിലും അകത്ത് കയറിയാൽ തന്നെ അവൻ്റെ കണ്ണിൽ പെടും. ഈ കാര്യങ്ങളൊക്കെ കേട്ട് കറുത്ത ഹംസം കണ്ണടച്ചിട്ട് ഒരു മന്ത്രം അങ്ങ് ജപിച്ചു. 2ഉം 1ഉം കൂട്ടിയാൽ 3 ആകും. വേഗം നടത്തു വരൂ എൻ്റെ പുന്നാര മകുടി. പെട്ടെന്ന് തന്നെ അവിടെ ഒരു മാന്ത്രിക മകുടി പ്രത്യക്ഷപ്പെട്ടു. അതിനെ സ്വന്തം കയ്യിലെടുത്ത് കറുത്ത ഹംസം പറഞ്ഞു, സിംഹരാജൻ, ഇതൊരു സാധാരണ മകുടിയല്ല, മന്ത്രമകുടിയാണ്. ഇത് ഊതിക്കഴിഞ്ഞാൽ എത്ര ശക്തനായ പാമ്പും നൃത്തം ചെയ്യും. പക്ഷേ ഇത് ഏറ്റവും ശക്തനായ ആൾക്കേ ഊതാൻ കഴിയൂ. സിംഹരാജൻ, നിങ്ങൾ ശക്തനാണ്, രാജാവുമാണ്. അതുകൊണ്ട് ഇത് അങ്ങു തന്നെ വായിക്കണം. ഷേർ സിംഗ് അങ്ങനെ കറുത്ത ഹംസത്തിൽ നിന്നും ആ മാന്ത്രിക മകുടി കയ്യിലെടുത്തു. എന്നിട്ടത് വായിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെരുമ്പാമ്പായ മൊഗാംബോ നൃത്തം ചെയ്തുകൊണ്ട് പുറത്തോട്ട് വന്നു. അവനെ കണ്ടപ്പോൾ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഒളിഞ്ഞിരുന്നു. അവൻ മുഴൻ രീതിയിലും പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും കറുത്ത ഹംസം അവന്റെ ഗുഹയിലോട്ട് പോയി. എന്നിട്ടോ അവന്റെ മാന്ത്രിക പുസ്തകവും കൊണ്ടുവന്നു. ബാക്കിയുള്ള കാണാതെ പോയ എല്ലാ മൃഗങ്ങളെയും തിരിച്ചു കൊണ്ടുവന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഷേർ സിംഗ് നേരെ ആ മകുടി വായനയൊക്കെ നിർത്തി. എന്നിട്ട് നമ്മുടെ മൊഗാംബോ പെരുമ്പാമ്പിന്റെ കഴുത്തിൽ അങ്ങ് പിടിച്ചു. വിടൂ, എന്നെ വിടൂ. സിംഹരാജൻ, എന്നെ വിടൂ. നിങ്ങൾ എന്നെ വിട്ടില്ല എങ്കിൽ മന്ത്രശക്തി കൊണ്ട് നിന്നെ ഞാനൊരു പക്ഷിയാക്കി മാറ്റും. ഇത് കേട്ടതോടെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ അവൻ പറഞ്ഞ കാര്യം കേട്ട് ചിരിക്കാൻ തുടങ്ങി. മൊഗാംബോ പെരുമ്പാമ്പ് അപ്പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും അവൻ പൂട്ടിയിട്ട എല്ലാ മൃഗങ്ങളും ദാ കിടക്കുന്നു പുറത്ത്. അവൻ അത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. ആരാണ് ഇവരെ പുറത്തു കൊണ്ടുവന്നത്? നോക്കൂ, നിങ്ങളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നീ ഈ ചെയ്തതെല്ലാം ഈ മന്ത്രപുസ്തകം കൊണ്ടല്ലേ? ഇപ്പോൾ അതെന്റെ കൈവശമാണ്. എന്റെ പുസ്തകം തരൂ, തിരിച്ചു തരൂ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിടില്ല. ഞങ്ങളാണ് നിന്നെ വിടാത്തത്. നിന്നെ തല്ലി തല്ലി പപ്പടമാക്കാൻ പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷേർ സിംഗ് ആ മൊഗാംബോനെ എടുത്ത് ഒരു അലക്കങ്ങ് അലക്കി. അയ്യോ, അയ്യോ, കൊല്ലുന്നേ. അയ്യോ, വിടൂ, എന്നെ വിടൂ. അയ്യോ, എന്നെ തല്ലുന്നത് എന്തിനാ? അബദ്ധം സംഭവിച്ചു പോയി. വിടൂ, എന്നെ വിടൂ. ഷേർ സിംഗ് അവന് നല്ല ഒരു ചാമ്പങ്ങ് ചാമ്പി. അവന്റെ ഊപ്പാടെ തീർന്നു പോയിരുന്നു. അവൻ ബാക്കിയുള്ള മൃഗങ്ങളുടെ കാലേ വീണ് അവന്റെ ജീവിതത്തിന് വേണ്ടി അവൻ കേണപേക്ഷിക്കാൻ തുടങ്ങി. ബാക്കി മൃഗങ്ങളാണെങ്കിൽ ദയവ് തോന്നിട്ട് അവനെ വെറുതെ അങ്ങ് വിട്ടു. പക്ഷെ അവനോട് കാര്യമുള്ളതുപോലെ പറഞ്ഞു, ഇന്നു മുതൽ ഡ്രീംലാൻഡ് ജംഗിളിന്റെ പരിസരത്തെങ്ങാനും നീ വന്നാൽ ഞാൻ നിന്നെ ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞയക്കും. അയ്യോ, ഡ്രീംലാൻഡ് ഇല്ല എങ്കിൽ എനിക്ക് മറ്റൊരു കാട്ടിലും പോകാൻ കഴിയില്ല. ഞാൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. ഇതും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ തന്നെ അവിടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ